കണ്ണൂരിനെ സംബന്ധിച്ച് ഈ ഫലം നിർണായകമാകുന്നത് പല രാഷ്ട്രീയ നേതാക്കളുടെയും ഭാവിയെ കൂടിയാണ്. നമുക്കറിയാം, ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് എതിർ ക്യാമ്പിലേക്ക് വന്ന് അവിടെ നിന്ന് സ്ഥാനാർത്ഥിയാകുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ഉണ്ടായ അക്രമ സംഭവങ്ങൾ, വി കുഞ്ഞികൃഷ്ണൻ്റെ സുഹൃത്തിൻ്റെ വരെ ബൈക്ക് കത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിനൊരു പുതിയ ഇലക്ട്രിക് സ്കൂട്ടറോ മറ്റോ വാങ്ങിക്കൊടുത്ത വാർത്ത കണ്ടു. അപ്പോൾ ഏതു വിധത്തിലും ഈ ഒരു സംയമനത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളിലും ലംഘിക്കപ്പെടാവുന്ന സാഹചര്യമാണ്. അത് ഫലം എന്തു തന്നെയായാലും അല്ലേ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അത് ജയിച്ചാലും തോറ്റാലും ഒരു സംഘർഷ സാഹചര്യം ഉടലെടുക്കാനുള്ള എല്ലാ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് കണ്ടറിഞ്ഞുകൂടി പോലീസ് അവിടെ പെരുമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? അതല്ലേ വസ്തുത സിക്കെ? പക്ഷേ ദിവിഷ്, എനിക്ക് തോന്നുന്നത് അത്ര വലിയൊരു ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ഒരു പൊതുവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളൊക്കെ വളരെ വളരെ കുറവാണ്. ഉള്ളത് തന്നെ വളരെ നിസ്സാരമായതും. പക്ഷേ ഇത്തവണ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എത്ര ചെറിയ സംഭവമായാലും അത് മീഡിയയുടെ ശ്രദ്ധയിലേക്ക് വരുന്നു. കാരണം ആ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ അത് വീഡിയോ എടുക്കുകയും അത് പകർത്തുകയും ചെയ്യും. ഇന്നലെ ഇപ്പോൾ രാവിലെ 8 മണിയാകുമ്പോഴേക്കും കോട്ടൂർ വയലിൽ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെടുന്നു. ആ ബോർഡ് പ്രത്യക്ഷപ്പെട്ട ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെയൊക്കെ കൈകളിലെത്തി. കാരണം ആൾക്കാർക്ക് അതൊക്കെ ഒരു വലിയ രസകരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് വലിയ സംഭവങ്ങൾ, ആഴത്തിലുള്ള വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. മാത്രമല്ല പോലീസിൻ്റെ ആക്ഷൻ ഇത്തവണ കുറേ കൂടി കടുത്തതാണ്, കുറേ കൂടി നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. പയ്യന്നൂരിൽ നമുക്കറിയാം ഏതാണ്ട് 10 വീടുകളിൽ CCTV വെച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ. അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ. അതോടൊപ്പം തന്നെ അവിടെ ഏതാണ്ട് 10ഓളം പേർക്ക് ഇപ്പോൾ പോലീസിൻ്റെ പ്രൊട്ടക്ഷനുണ്ട്. ഈ വി കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അദ്ദേഹവുമായി സഹകരിക്കുന്നവരൊക്കെ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സർവൈലൻസ്, ഒരു വിജിലൻസ് അവിടെ നടക്കുന്നുണ്ട് എന്നത് വളരെ നല്ല കാര്യമാണ്, വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും നമ്മളുടെ ഒരു കൺസേൺ കൂടി അത്തരത്തിലൊരു കാര്യത്തിലേക്ക് വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അതൊരു വലിയ ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിൻ്റെ വേദി തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അതിനെ കായികമായി നേരിടുന്ന രീതി ഒരിക്കലും ഏത് പാർട്ടിക്കും ഗുണകരമല്ല. മാത്രമല്ല അത്തരം സംഭവങ്ങൾ പിന്നീട് ആ പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടാക്കുകയും പൊതുജനങ്ങളിൽ നിന്നുള്ള മതിപ്പ് കുറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പാഠം പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കുറേ കൂടി സമാധാനപരമായിരുന്നു.